ഹൈക്കു ഡിസ്കസ് ചെയ്തായിരുന്നു. അതെല്ലാവരും പഠിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. 10ാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് इस खूबसूरत और विशाल दुनिया में सबसे पहले आप कहाँ जाना चाहिए അല്ലേ. ഇവിടെ ഒരു കുട്ടിയുണ്ട്, പിന്നെ എന്താ കുട്ടിയുടെ മുമ്പിൽ ഒരു മാപ്പ് ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് ലോകത്തിൽ എന്താ വിശാലമായി കിടക്കുന്ന ഈ ലോകത്തിലെ ഖൂബ്സൂരത്ത് മനോഹരമായിട്ടുള്ള ഒരു വിശാൽ ദുനിയാമേ വിശാലമായിട്ടുള്ള ഈ ലോകത്തിലെ സബ്സെ പെഹലെ ഏറ്റവും ആദ്യം അബ് കഹാൻ ജാനാ ചാഹോഗെ അല്ലെ, നിങ്ങൾ എവിടെയാണ് പോകാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. പിന്നെ ക്യോം എന്താണ് അതിന് കാരണം എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് മൂന്നാമത്തെ ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ളത് യാത്രയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. റൈൻ ബസേരമേ എന്നാണ് പാഠത്തിൻ്റെ പേര്. അപ്പോൾ എഴുതിയിരിക്കുന്നത് അമൃതലാൽ വെങ്കടാണ്. അപ്പോൾ അതൊരു യാത്രാ വൃത്താന്താണല്ലേ. അപ്പോൾ റെയിൻ ബസേരെ മേ കോൺസി വിധ കി രചന ഹെ, കിസ് വിധ കി രചന ഹെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ യാത്രാ വൃത്ത് എന്ന് എഴുതണം. യാത്രാക്കുറിപ്പാണ്. അപ്പോൾ അമൃതലാൽ ബേഗഡിനെ കുറിച്ചിട്ട് നമുക്കൊന്ന് പെട്ടെന്നൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള പാഠാണ്. ഓക്കെ. അപ്പോൾ അമൃതലാൽ बेगड അപ്പോൾ അമൃതലാൽ ബേഗഡ് का जन्म मध्य प्रदेश में हुआ. അമൃതലാൽ ബേഗഡ് ജനിച്ചത് മധ്യപ്രദേശിലാണ്. उन्होंने 1948 से 1958 तक ശാന്തി നികേതൻ മേ കലാ കാ അധ്യയൻ കിയ. അപ്പോൾ ശാന്തി നികേതനത്തിലെ ഒരു കലാകാരൻ്റെ ആയിട്ടായിരുന്നു ആരുള്ളത്, അമൃതലാൽ ബേഗഡ് എന്ന് പറയുന്ന ആൾ. അപ്പോൾ വേ നർമ്മദ വതി ചിത്രകാർ ഓർ ലേഖക ഹെ. അപ്പോൾ അദ്ദേഹം ഒരു നർമ്മദ വ്രതി എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രകാരനുമായിരുന്നു. അദ്ദേഹം ഒരുപാട് ചിത്രങ്ങൾ വരക്കുമായിരുന്നു, പിന്നെയോ ലേഖകനും കൂടിയായിരുന്നു. मध्यप्रदेश शासन से के संस्कृति विभाग द्वारा राष्ट्रीय शरद जोशी सम्मान, केंद्र सरकार द्वारा महापंडित राहुल सांकृत्यायन पुरस्कार, विद्या निवास मिश्र स्मृति सम्मान आदि से वे पुरस्कृत है. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആ പുരസ്കാരങ്ങളുടെ പേരാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് എന്താ, മധ്യപ്രദേശ് സർക്കാരിൻ്റെ എന്താണ് രാഷ്ട്രീയ ശരത് ജോഷി സമ്മാൻ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ മഹാപണ്ഡിത് രാഹുൽ സാങ്കൃത്യായൻ പുരസ്കാർ. രാഹുൽ സാങ്കൃത്യായൻ എന്ന് പറയുന്നത് ഹിന്ദിയിലെ ഫേമസ് ആയിട്ടുള്ള റൈറ്ററാണ്. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. പിന്നെ വിദ്യാനിവാസ് മിശ്ര എന്ന് പറയുന്ന സ്മൃതി സമ്മാൻ ആദി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. സൗന്ദര്യക്ക് നദി നർമ്മദ, പിന്നെയോ അമൃതസ്യ നർമ്മദ, തീരെ തീരെ നർമ്മദ ആദി എനിക്ക് പ്രസിദ്ധ രചനായ. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള രചനകൾ. ഏതൊക്കെ? സൗന്ദര്യക്ക് നദി, പിന്നെ നർമ്മദ, അമൃതസ്യ നർമ്മദ, തീരെ തീരെ നർമ്മദ. ഇതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള രചനകൾ. അദ്ദേഹം യാത്ര ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണെന്ന് നമുക്ക് ഇദ്ദേഹത്തിൻ്റെ രചനകളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമുക്ക് നോക്കാം റെയിൻ ബസേരമേ. അതിന് മുമ്പായിട്ട് തീരെ തീരെ നർമ്മദ അമൃതലാൽ ബേഗഡ് കി നർമ്മദ പദയാത്രാവും കാ വൃത്താന്ത ഹെ. തീരെ തീരെ നർമ്മദ എന്ന് പറയുന്നത് അമൃതലാൽ ബേഗഡിൻ്റെ നർമ്മദ പദയാത്രകളുടെ ഒരു വൃത്താന്തമാണ് അല്ലേ. പ്രഥം പദയാത്ര उन्होंने अपने 50 साल की आयु में 1957 में और अंतिम 2009 में इन 33 वर्षों के दौरान अല്ലേ की गई അല്ലേ. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് യാത്ര തുടങ്ങിയത് 50 साल की आयु में. ആയു എന്ന് വെച്ചാൽ വയസ്സാണ്. 50 വയസ്സായപ്പോഴാണ് അദ്ദേഹം യാത്ര ഫസ്റ്റ് തുടങ്ങിയത്. പിന്നെ 1977 2009 ഇടയിലുള്ള 33 വർഷങ്ങൾ की गई करीब 4,000 किलोमीटर की पदयात्राओं का വൃത്താന്ത. 4000 കിലോമീറ്ററിൽ ഇദ്ദേഹം ഈ 33 വർഷത്തിനിടയിൽ നടത്തിയിട്ടുള്ള യാത്രകളുടെ വൃത്താന്തമാണ്
എന്ത് തീരെ തീരെ നർമ്മദ എന്ന് പറഞ്ഞത്. അതിൻ്റെ ഒരു ഭാഗമാണ് എന്ത് ട്രെയിൻ ബസേരയും എന്ന് പറഞ്ഞിട്ടുള്ള നിങ്ങൾക്ക് പഠിക്കാനുള്ള പാഠം. धीरे धीरे नर्मदा इस सिलसिले में अपने सहायक छोटू के साथ अक्टूबर 1997 को की गई पदयात्रा के अनुभव यहाँ दिए गए हैं. അല്ലെ 1997 തന്നിട്ടുള്ള പദയാത്രയിൽ പിന്നെ ചോട്ടു എന്ന് പറയുന്ന ഒരു സഹായകൻ്റെ കൂടെ ഇദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു യാത്ര 1997 നടത്തിയിട്ടുള്ള യാത്രയുടെ ഒരു അനുഭവമാണ് ഇവിടെ നമുക്ക് പഠിക്കാനായിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം നമ്മളുടെ പാഠം എന്താണ്. അപ്പോൾ रात को थोड़ी देर के लिए मैं बाहर निकल आया और आकाश तले बैठ गया. तारे ऐसे लग रहे थे मानो किसी ने आकाश में सफ़ेद तिल बिखेर दिए हो. चांद नहीं था इसलिए तारे खुलकर सामने आ गए. ഇപ്പോൾ എന്താ പറയുന്നത്, രാത് കോ തോടി ദേർ കെ ലിയെ അല്ലേ, രാത്രിയിലെ രാത്രി എന്ന് വെച്ചാൽ രാത്രി, തോടി ദേർ എന്ന് വെച്ചാൽ കുറച്ച് സമയം അല്ലേ, കുറച്ച് സമയത്തേക്ക്, തോടി ദേർ കുറച്ച് സമയത്തേക്ക് കേലിയെ, രാത് കോ തോടി ദേർ കേലിയെ രാത്രി കുറച്ച് സമയത്തിലേക്ക്, മേ ബാഹർ നിക്കൽ ആയ അല്ലേ, മേ ബാഹർ അല്ലേ പുറത്തേക്ക് വന്നു, നിക്കൽ ആയ പുറത്തേക്ക് അല്ലേ, നിക്കൽ ആയ എന്ന് വെച്ചാൽ പുറത്തേക്ക് വന്നു. ഔർ ആകാശ് തലേ ബൈഠ് ഗയ അല്ലേ, എന്നിട്ട് എന്ത് ചെയ്തു, ആകാശം നോക്കിയിരുന്നു അല്ലേ, ആകാശ് തലേ ബൈഠ് ഗയ, ബൈഠ്ന എന്ന് വെച്ചാൽ ഇരിക്കുക. താരെ ऐसे लग रहे थे मानो किसी ने आकाश में सफ़ेद तिल बिखेर दिए हो. അപ്പോൾ പറയാണ് എന്താ, താര ആകാശ് തലേ ബൈഠ് ഗയ താരെ ऐसे लग रहे थे അല്ലേ, ഈ നക്ഷത്രങ്ങൾ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്, മാനോ എന്ത് വിചാരിക്കുക, കിസിനെ ആരോ, ആകാശത്തിൽ സഫേദ് തില് എന്ന് വെച്ച് കഴിഞ്ഞാൽ എള്ളാണ്, സഫേദ് തില് എന്ന് വെച്ചാൽ വെളുത്ത എള്ളിനാണ് പറയുക. സഫേദ് തില് ബിഖേർത്തിയ അല്ലേ, എന്താണ്, ആരോ ആകാശത്തിൽ വെളുത്ത എള്ള് വിതറിയതുപോലെയാണ് എന്തുണ്ടായിട്ടുള്ളത്, ആകാശത്തിലെ നക്ഷത്രങ്ങളെ കാണുമ്പോൾ തോന്നുന്നത് അല്ലേ. അപ്പോൾ കവിക്ക് ഈ ലേഖകന് ആകാശം കാണുന്ന സമയത്ത് എന്താ തോന്നുന്നത്, ആകാശത്തിൽ വെളുത്ത എള്ള് അല്ലേ, സഫേദ് തില് ബിഖേർ ദിയേഹ് അല്ലേ, വെളുത്ത എള്ള് ബിഖേർ ദിയ എന്ന് വെച്ചാൽ വിതറുക. അപ്പോൾ വെളുത്ത എള്ള് ആകാശത്തിൽ വിതറിയ പോലെയാണ് ഈ ലേഖകന് തോന്നുന്നത്. എന്നിട്ടെന്താ പറയുന്നത്, ചാന്ദ് नहीं था इसलिए तारे खुलकर सामने आ गए थे അല്ലേ, ചാന്ദ് നഹി താ അല്ലേ, ചാന്ദ് എന്ന് വെച്ചാൽ ചന്ദ്രൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ, ഇസിലിയെ അതുകൊണ്ട് തന്നെ, താരെ എന്ന് വെച്ചാൽ നക്ഷത്രങ്ങൾ, ഖുൽക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ തുറന്നുകൊണ്ട് അല്ലേ, എന്താ നല്ലവണ്ണം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു, സാമ്നെ ആകെയത് അല്ലേ, നക്ഷത്രങ്ങൾ നമ്മളുടെ മുന്നിൽ തന്നെ നല്ലവണ്ണം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അതാണ് കുൽക്കർ സാമനെ എന്ന് വെച്ചാൽ മുന്നിൽ നല്ലവണ്ണം കാണുന്നുണ്ടായിരുന്നു, അതാണ് പറയുന്നത്. രാത്രിക്കോ തോടി ദേർ കെ ലിയെ മേ ബാഹർ നിക്കൽ ആയ അല്ലേ, രാത്രിയിൽ കുറച്ച് സമയത്തേക്ക് പുറത്തേക്ക് വന്നിരുന്നു. അവർ ആകാശ് തലേ ബൈഠ് ഗയ, പിന്നെ ആകാശം നോക്കിയിരുന്നു. താരെ ऐसे लग रहे थे അല്ലേ, നക്ഷത്രങ്ങളെ കാണുമ്പോൾ എങ്ങനെയാണ് തോന്നിയത്, കിസീനെ ആകാശ് മേ സഫേദ് തില് ബിഖേർ ദിയേ ഹോ, ആരോ ആകാശത്തിൽ സഫേദ് തില് അല്ലേ വെളുത്ത എള്ള് ബിഖേർ ദിയേ ഹോ വിതറിയതുപോലെ തോന്നുന്നു. ചാന്ദ് നഹീത ആരുണ്ടായിരുന്നില്ല, ചന്ദ്രൻ ഉണ്ടായിരുന്നില്ല. ഇസിലെ താരെ ഖുൽക്കർ സാമനെ ആകെ, അതുകൊണ്ട് തന്നെ നക്ഷത്രങ്ങളെ നല്ല പോലെ തന്നെ നല്ല കണ്ണ് തുറന്നുകൊണ്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. സൂരജ് ചൽത്താ ഹൈ അകേല, താരെ ചലത്തെ ഹൈ
जमात में। अमावास की रात को तारों का भंडारा बरता है। दिन का आकाश है हाउस ऑफ लॉर्ड, रात का आकाश है ഹൗസ് ഓഫ് കോമൺസ്. അപ്പോൾ ലേഖകൻ പറയുകയാണ് ഇങ്ങനെ രാത്രി നക്ഷത്രമൊക്കെ നല്ല കണ്ട് ആസ്വദിച്ചിരിക്കുന്ന സമയത്ത് സൂരജ് ചൽത്താ ഹെ അകേല അല്ലേ. സൂരജ് എന്ന് വെച്ചാൽ എന്താ? സൂര്യൻ അല്ലേ. സൂര്യൻ എന്ത് ചെയ്യുന്നു? ചൽത്താ ഹെ പോകുന്നു. എങ്ങനെ? അകേല ഒറ്റയ്ക്ക്. അപ്പോൾ സൂര്യൻ എങ്ങനെയാണ് പോകുന്നത്? അകേല അല്ലേ, ഒറ്റയ്ക്കാണ് സൂര്യൻ പോകുന്നത്. താരെ ചൽത്തേ ഹേ ജാമാത്ത് മേ അല്ലേ. താരെ എന്ന് വെച്ചാൽ നക്ഷത്രം, നക്ഷത്രത്തിനാണ് താരെ എന്ന് പറയുന്നത്. നക്ഷത്രം സ്റ്റാർസ് എങ്ങനെയാണ് പോകുന്നത്? ചൽത്തേ ഹേ പോകുന്നു, ജാമാത്ത് മേ അല്ലേ, കൂട്ടമായിട്ട്. ജാമാത്ത് എന്ന് വെച്ചാൽ കൂട്ടം എന്നുള്ള അർത്ഥമാണ്, കൂട്ടം. ജാമാത്തായിട്ടാണ് പോകുന്നത്. അപ്പോൾ സൂര്യൻ ചൽത്താ ഹെ അകേല, സൂര്യൻ ഒറ്റയ്ക്ക് പോകുന്നു. താരേ ചൽത്തേ ഹെ ജാമാത്ത് മേ, നക്ഷത്രങ്ങൾ താരകങ്ങൾ എങ്ങനെ പോകുന്നു? ചൽത്തേ ഹെ ജാമാത്ത് എന്ന് വെച്ചാൽ കൂട്ടമായിട്ട് പോകുന്നു. പിന്നെയോ അമാവാസ കി രാത് കോ താരോं का भंडारा बरता है. അപ്പോൾ അമാവാസി രാത്രിയിൽ എന്താ? അമാവാസി രാത്രിക്കോ എന്ന് വെച്ചാൽ അമാവാസി രാത്രിയിൽ താരോങ്ക നക്ഷത്രങ്ങളുടെ ഭണ്ഡാര ഒരു വലിയ കൂട്ടം തന്നെ ബർത്താഹെ നിറഞ്ഞിരിക്കും. എവിടെ? ആകാശത്തിൽ. അപ്പോൾ അമാവാസി രാത്രിക്കോ താരോങ്ക ഭണ്ഡാര ബർത്താഹെ എന്ന് വെച്ചാൽ അമാവാസി ദിവസങ്ങളിൽ നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടം തന്നെ ആകാശത്ത് കാണാൻ കഴിയും. ദിനക ആകാശ് ഹെ ഹൗസ് ഓഫ് ലോർഡ്, രാത് കാ ആകാശ് ഹേ ഹൗസ് ഓഫ് കോമൺസ്. അപ്പോൾ എന്താണ്? നിനക്ക ആകാശ് എന്താ? ദിനം എന്ന് വെച്ചാൽ ദിവസം, ഡേ ടൈമിലുള്ള ആകാശം എങ്ങനെയാണ്? ഹൗസ് ഓഫ് ലോർഡ് എന്ന് വെച്ചാൽ രാജാവിൻ്റെ ഒരു കൊട്ടാരം പോലെയുണ്ട്. പിന്നെയോ രാത് കാ ആകാശ്, രാത്രിയിൽ ആകാശങ്ങൾ എന്താണ്? ഹൗസ് ഓഫ് കോമൺസ്, സാധാരണ ആൾക്കാരുടെ ആകാശം പോലെ തോന്നുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പകലെന്താണ്? സൂര്യൻ മാത്രമേ ഉള്ളൂ അല്ലേ. അവിടെ ഒറ്റൊരു രാജാവ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ, സൂര്യൻ മാത്രമേ ഉണ്ടാവൂ. പക്ഷേ രാത്രി എന്താണ്? ഒരുപാട് നക്ഷത്രങ്ങൾ ഉണ്ടാവും അല്ലേ ആകാശത്തിൽ. അപ്പോൾ നക്ഷത്രങ്ങളും ചന്ദ്രനും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ സൂര്യനെ കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ദിനക ആകാശ് ഹെ ഹൗസ് ഓഫ് ലോർഡ്, രാത് കാ ആകാശ് ഹൗസ് ഓഫ് കോമൺസ് എന്ന് പറഞ്ഞത്. കോമൺസ് എന്ന് വെച്ചാൽ സാധാരണ ജനങ്ങൾ എന്നുള്ള അർത്ഥം. അപ്പോൾ അടുത്ത പേരയിൽ ഗ്രാഫ് നോക്കാം. സുബ ആകെ ബഡേ, പഗഡंडी एकाएक खतरनाक हो गई, ज़रा चुके और सीधे पानी में, पतली होते होते वह लुप्त हो गई, घड़ी चढ़ाई चढ़कर मुश्किल से ऊपर आए, लेकिन ऊपर न गडवाटी न पगडंडी और बादल थे कि हमें लगातार धमका दे रहे थे. वे सिमट कर घने काले मेघों में परिवर्तित हो रहे थे. ഇപ്പം എന്താ പറയുന്നത്? സുബഹ് ആകെ ബഡേ അല്ലേ. നമ്മൾ സുബഹ് എന്ന് വെച്ചാൽ മോർണിംഗ് അല്ലേ, രാവിലെ. രാവിലെ എന്ത് ചെയ്തു? ആകെ ബഡേ അല്ലേ, നമ്മൾ മുന്നോട്ട് പോയി. അപ്പോൾ ഇവരൊരു യാത്രക്ക് പോകാൻ ഒരുങ്ങുകയാണ് അല്ലേ. സുബഹ് രാവിലെ, ആകെ ബഡേ എന്ന് വെച്ചാൽ മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി. അപ്പോൾ പഗഡंडी ഏകാഏക് ഖത്തർനാക്ക് ഹോ ഗയി. അപ്പോൾ പഗഡंडी എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ഒരു പാതയാണ്. പഗഡंडी ഏകാഏക് ഒന്നൊന്നായിട്ട്, ഖത്തർനാക്ക് എന്ന് വെച്ചാൽ എന്താ? ദുരൂഹമാവുക അല്ലേ, എന്താ? ഭയങ്കര അപകടകരമായിട്ട് വന്നു. ഹോ ഗയി. ജറ ചുക്കെ ഔർ സീതേ പാനി മേ, ജറ ഒന്ന് കുനിഞ്ഞാലല്ലേ, ചുക്കെ എന്ന് വെച്ചാൽ കുനിയുക.
അപ്പോൾ ഒന്ന് കുനിഞ്ഞാൽ എവിടെയാ? ഓർ സീധേ പാനിമേ, നേരെ എവിടെ? സീധേ എന്ന് വെച്ചാൽ നേരെ, നേരെ എവിടെയാന്ന്? പാനിമേ, വെള്ളത്തിൽ വീഴും അല്ലേ. ഇവർ നടക്കുന്ന ആ ഒറ്റവരി പാതേൻ്റെ താഴെയായിട്ട് എന്താണ് പുഴയോ നദിയോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഒറ്റ പ്രാവശ്യം കുനിഞ്ഞു കഴിഞ്ഞാൽ നേരെ എവിടെ പോകാം? വെള്ളത്തിൽ ചെന്ന് വീഴും. പത്ലി ഹോത്തേ ഹോത്തേ വഹ് ലുപ്ത് ഹോ ഗൈ. അപ്പോൾ ഈ പകിടണ്ടി ഒറ്റവരി പാത എന്താ, ഒരാൾക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് ഒറ്റവരി പാത എന്ന് പറയുന്നത്. അപ്പോൾ പത്ലി ഹോത്തേ ഹോത്തേ അല്ലേ, അത് പത്ലി ഹോനാന്ന് വെച്ചാൽ മെലിഞ്ഞ് മെലിഞ്ഞ് പോവാണല്ലേ. അതിൻ്റെ വീതി ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വന്നിട്ട് വഹ് ലുപ്ത് ഹോ ഗൈ, അത് തീരെ എന്തില്ല, ഇല്ലാണ്ടായി. ലുപ്ത് ഹോനാന്ന് വെച്ചാൽ നഷ്ടമാവുക അല്ലേ, കുറഞ്ഞു പോയി. ലുപ്ത് ഹോ ഗൈ. घड़ी चढ़ाई चढ़कर मुश्किल से ऊपर आए അല്ലേ. ഘടി ചടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുത്തനെയുള്ള ആ ചെരിവുണ്ടായല്ലോ, അത് കയറിയാണ് ചടായി ചടുക്കർ. അത് ക്ലൈംബ് ചെയ്തിട്ടാണ് മുഷ്കിൽ സെ ഊപ്പറായ അല്ലേ, വളരെ ബുദ്ധിമുട്ടി. മുഷ്കിൽ സെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടിക്കൊണ്ട് ഊപ്പറായ, മുകളിലേക്ക് വന്നു. ഊപ്പർ എന്ന് വെച്ചാൽ മുകളിൽ. ഘടി ചടായി എന്ന് വെച്ചാൽ ആ കുത്തനെയുള്ള ചെരിവ്, ചടുക്കർ അല്ലേ, കയറിയിട്ടാണ് മുഷ്കിൽ സെ ഊപ്പറായി അല്ലേ, വളരെ ബുദ്ധിമുട്ടി മേലേക്ക് വന്നത്. ലേക്കിൻ ऊपर गड़वाट थी न पगडंडी और बादल थे कि हमें लगातार दमका दे रहे थे അല്ലേ. പക്ഷേ ലേക്കിൻ ഊപ്പർ മുകളിൽ ന ഗഡ്വാട് തീ അല്ലേ, ഒരു എന്താ കുഴിയോ ഒന്നും കാണുന്നില്ല അല്ലേ, ഒരു വഴിയോ കുഴിയോ ഒന്നും കാണുന്നില്ല. ന പകിടണ്ടി, ഒറ്റവരി പാതയും കാണുന്നില്ല. ഓർ ബാദൽ, പിന്നെയോ ബാദൽ എന്ന് വെച്ചാൽ ആരാ? മേഘം. മേഘം എന്ത് ചെയ്തു? മേഘം എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ഹമേ ലഗാത്താർ, ഞങ്ങളെ നിരന്തരമായിട്ട് ധംകാ ദേ രഹത്തെ അല്ലേ, നമുക്ക് ഭീഷണിപ്പെടുത്തുകയാണ്, നമ്മളെ പേടിപ്പിക്കുന്ന മേഘങ്ങളാണുള്ളത് അല്ലേ. ധംകാ ദേനാന്ന് വെച്ചാൽ പേടിപ്പിക്കുക. വേ സിമട്ട് കർ അല്ലേ, वे सिमट कर घने काले मेघों में परिवर्तित हो रहे थे. वे സിമട്ട് കർ, അവ എന്ത് ചെയ്തു? സിമട്ട് കർ എന്ന് വെച്ചാൽ ഉരുണ്ടുകൂടുന്നതിനാണ്. മേഘങ്ങൾ ഇങ്ങനെ ഉരുണ്ടുകൂടില്ല, അതിനാണ് പറയുന്നത് സിമട്ട് കർ. ഘനെ കാലെ മേഘോമേ, നല്ല കറുത്ത കാർമേഘങ്ങളായിട്ട് പരിവർത്തിത് ഹോ രഹേ थे അല്ലേ, മാറാൻ തുടങ്ങി. കഭി ഭി ബരസ് സക്തേ थे, കഹി ഏക് आदमी तक नज़र नहीं आ रहा था. किसी तरह पथौड़ा पहुँचे. रोज़ की उपेक्षा आज हम आधा ही चल पाए थे, लेकिन पानी के डर से इसी गाँव में रुकना पड़ा. ഇങ്ങനെ പോകുന്ന സമയത്ത് മേഘങ്ങൾ എങ്ങനെയാണ് തടിച്ചു കൂടിയിരുന്നു. അപ്പോൾ കബി ഭി ബരസ് സക്തേ ഹെ, അപ്പോൾ എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം. ബരസ്നാന്ന് വെച്ചാൽ മഴ പെയ്യാം. ഓക്കെ, കബി ബി എന്ന് വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും, ബരസ് സക്തേ ഹെ എന്ന് വെച്ചാൽ മഴ പെയ്യാമായിരുന്നു, മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. കഹി ഏക് ആദ്മി തക്ക് നസർ നഹി ആ രഹാത്ത, കഹി എവിടെയും, ഏക് ആദ്മി ഒരു ആളെപ്പോലും, നസർ നഹി ആ രഹാത്ത അല്ലെ, കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നസർ നഹി ആനാന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നില്ല അല്ലേ, ഒരാളെപ്പോലും എവിടെയും കാണാൻ പറ്റുന്നില്ല. ഈ മഴയത്ത് നമ്മൾ മാത്രമാണ് പുറത്തിറങ്ങി ട്രാവൽ ചെയ്യുന്നത്. കിസി തരഹ് പത്തോടോ പഹോഞ്ചെ, എങ്ങനെയെങ്കിലും, കിസി തരഹ് എങ്ങനെയെങ്കിലും, പത്തോട എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്തിനുള്ളിലാണ്, പത്തോടയിൽ എത്തിയാൽ മതിയായിരുന്നു. റോസ് കി അപേക്ഷ ആജ് ഹം ആധാ ഹി ചൽ പായേ തെ. റോസ് എന്ന് വെച്ചാൽ ദിവസവും, അപ്പോൾ ദിവസവും ഇങ്ങനെ നടക്കുന്ന സമയത്ത് അതാ റോസ് കി അപേക്ഷ അല്ലേ, എല്ലാ ദിവസത്തെക്കാളും ആജ് ഹം ഇന്ന് നമ്മളെ, ആധാഹി ചൽ പായത്തെ, ആധാ എന്ന് വെച്ചാൽ പകുതി, ആധാഹി പകുതി മാത്രമേ ചൽ പായത്തെ നടക്കാൻ സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ റോസ് കി അപേക്ഷ എല്ലാ ദിവസത്തേക്കാളും, ആജ് ഇന്ന്, ഹം ആധാഹി ചൽ പായത്തെ നമുക്ക് പകുതി മാത്രമേ നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ലേക്കിൻ പാനി കെ ഡർ സെ ഇസി ഗാവ് മേ രുക്കനാ പട. ലേക്കിൻ പക്ഷേ പാനി കെ ഡർ സെ വെള്ളത്തിനെ പേടിച്ചിട്ട്, ഇസി ഗാവ് മേ ഈ ഗ്രാമത്തിൽ തന്നെ രുക്കനാ പട തങ്ങേണ്ടി വന്നു അല്ലേ. രുക്കനാ പട എന്ന് വെച്ചാൽ തങ്ങേണ്ടി വന്നു.
അപ്പോൾ लेकिन पानी के डर से इसी गांव में रुकना पड़ा. പക്ഷേ വെള്ളം പേടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, മഴയൊക്കെ പേടിച്ചിട്ട് നമ്മൾ ആ ഗ്രാമത്തിൽ തന്നെ വഴിയൊന്നുമില്ലെങ്കിൽ അവിടെ തന്നെ താമസിക്കാൻ തീരുമാനിച്ചു. कुछ लोगों ने मिलकर गांव में एक मंदिर बनवाया है. अभी मूर्ति की स्थापना नहीं हुई है. എന്ന് വെച്ചാൽ എന്താ, കുച്ച് ലോകോന് മിൽക്കർ അല്ലേ, കുച്ച് ലോകം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആളുകൾ, ലോകം എന്ന് വെച്ചാൽ ആളുകൾ, നെ മിൽക്കർ കൂടിച്ചേർന്നിട്ട്, കുറച്ച് ആളുകൾ കൂടിച്ചേർന്നിട്ട് ഗാവ്മേ ഗ്രാമത്തിലെ ഏക്ക് മന്ദിർ ബൻവായ ഹെ, ഒരു മന്ദിർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പലം, മന്ദിർ എന്ന് വെച്ചാൽ അമ്പലം എന്നാണ്, അമ്പലം ബൻവായ ഹെ അല്ലേ, ഉണ്ടാക്കിയിട്ടുണ്ട്. കുച്ച് ലോകോനെ മിൽക്കർ ഗാവ്മേ ഏക്ക് മന്ദിർ ബൻവായ ഹെ, കുറച്ച് ആളുകൾ കൂടിയിട്ട് ഗ്രാമത്തിൽ ഒരു അമ്പലം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ മൂർത്തിക്ക് സ്ഥാപന നെഹി ഹുയി ഹെ അല്ലേ, ഇപ്പം എന്തില്ല, മൂർത്തിക്ക് സ്ഥാപന അല്ലേ, മൂർത്തിക്ക് സ്ഥാപന എന്ന് വെച്ചാൽ മൂർത്തി വേണമല്ലോ, അമ്പലത്തിൽ മൂർത്തി ഉണ്ടാവുമല്ലോ, മൂർത്തിയെ സ്ഥാപിച്ചിട്ടില്ല അല്ലേ, മൂർത്തിയെ സ്ഥാപിച്ചിട്ടില്ല, പുതിയ ഉണ്ടാക്കിയിട്ടുള്ള അമ്പലമാണ്. मंदिर के बरामदे में लोहे का जाली वाला दरवाज़ा है. मंदिर की देख रेख करने वाले ग्रामीण ने उसे हमारे लिए खोल दिया अल्ले. അപ്പോൾ मंदिर के बरामदे में लोहे का जाली वाला दरवाज़ा है. ബരാമദേ എന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ദിർ കെ ബരാമദേ എന്ന് വെച്ചാൽ വരാന്ത ഉണ്ടല്ലോ, അവിടെ എന്താ ലോഹേക്ക ലോഹം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ജാലിവാല അഴികളുള്ള ദർവാസ എന്ന് വെച്ചാൽ വാതിൽ ഉണ്ടായിരുന്നു, ഡോർ ഉണ്ടായിരുന്നു. मंदिर की देख रेख करने वाले ग्रामीण ने उसे हमारे लिए खोल लिया. ഓക്കെ, मंदिर की देख रेख എന്ന് വെച്ചാൽ ഇപ്പോൾ അമ്പലം നോക്കി നടത്തുന്ന ആളുകൾ, ദേക്ക് രേഖ് കർണ വെച്ചാൽ നോക്കി നടത്തുന്ന ആൾക്കാർ, करने वाले ഗ്രാമീണനെ ആരാണ് നോക്കി നടത്തുന്നത്, ഗ്രാമീണരാണ്, അവിടെയുള്ള ഗ്രാമീണർ തന്നെയാണ് അമ്പലം നോക്കി നടത്തുന്നത്. അവരെന്ത് ചെയ്തു, ഉസേ ഹമാരെ ലിയ അത് നമ്മൾക്ക് വേണ്ടി, ഖോൽ ദിയ നമുക്ക് വേണ്ടി തുറന്നു തന്നു അല്ലേ, ഖോൽ ദിയ എന്ന് വെച്ചാൽ തുറന്നു തന്നു. ആജ് യഹി ബരംദ ഹമാര റെയിൻ ബസേര ഹെ. അപ്പം നമ്മുടെ പാടത്തിൻ്റെ പേരാണ് റെയിൻ ബസേര. ആജ് യഹി ബരാംദ, ഇന്ന് ഈ വരാന്ത തന്നെയാണ് ഹമാരെ റെയിൻ ബസേര എന്ന് വെച്ചാൽ താമസിക്കാനുള്ള സ്ഥലം അല്ലേ, നമുക്ക് തങ്ങാനുള്ള സ്ഥലം ഈ വരാന്ത തന്നെയാണ് ഇന്ന് ഉള്ളത് അല്ലേ. പാനി ലാനിക്കലിയെ ബാൾട്ടി ദി, പാനി എന്ന് വെച്ചാൽ വെള്ളം, ലാനിക്കലിയെ കൊണ്ടുവരാൻ വേണ്ടി ബാൾട്ടി ദി, ബാൾട്ടി എന്ന് വെച്ചാൽ തൊട്ടി, ബക്കറ്റ് പോലത്തെ സാധനം വെള്ളം കൊണ്ടുവരാൻ വേണ്ടി തൊട്ടിയും ബക്കറ്റും ഒക്കെ കൊടുത്തു. ഫർഷ പർ ബിഛാനെ കെ ലിയെ ഏക് ബഹുത് ബഡി ദരി ദി. ഫർഷ എന്ന് വെച്ചാൽ നിലമാണ്, ഫർഷ പർ നിലത്തിന് മുകളിൽ, ബിഛാനെ കെ ലിയെ വിരിക്കുന്നതിന് വേണ്ടിയിട്ട്, ഏക് ബഹുത് ബഡി ഒരു വലിയ ദരി എന്ന് വെച്ചാൽ കാർപ്പറ്റ് പോലത്തെ സംഭവം അല്ലേ, കാർപ്പറ്റ് പോലത്തെ സംഭവം കൊടുത്തിട്ടുണ്ട് വിരിക്കാൻ വേണ്ടി. ഓർ സദാവ്രത കെ ലിയെ ബി പൂച്ച ലേക്കിൻ വഹ് ഹമാരെ പാസ് പര്യാപ്തത. പക്ഷേ എന്താ അവർ, ലേക്കിൻ പക്ഷേ വഹ് ഹമാരെ ദരീദി ഓർ സദാവ്രത കെ ലിയെ പൂച്ച അല്ലേ, സദാവ്രത കെ ലിയെ പൂച്ച. സദാവ്രത എന്ന് വെച്ചാൽ അമ്പലത്തിൽ കിട്ടുന്ന ഭക്ഷണമാണ്, പൈസയൊന്നും കിട്ടാതെ അമ്പലത്തിൽ തന്നെ പ്രസാദം കിട്ടുമല്ലോ, അതിനാണ് പറയുന്നത് സദാവ്രത കെ ലിയെ ബി പൂച്ച. അതിന് നിങ്ങൾക്ക് ഭക്ഷണം എന്തെങ്കിലും വേണമെന്നുള്ളത് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലേക്കിൻ പക്ഷേ നമ്മളെന്ത് പറഞ്ഞു, വഹ് ഹമാരെ പാസ് പര്യാപ്തത, അത് നമ്മുടെ കയ്യിൽ പര്യാപ്തമായിട്ടുണ്ടായിരുന്നു അല്ലേ, നമ്മൾ ഭക്ഷണം എടുത്തിട്ടാണ് വന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇതുവരെയാണ്, ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം.